വിചാരിച്ച് കീപ്പോട്ടാണോ പോകുന്നത്? അമ്മൂമ്മ, ഞാനവിടെ പടം വരച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ കാലിനെന്തോ കടിച്ച്. അടിച്ചോ? വെറുതെ തോന്നിയായിരിക്കും. തോന്നിയതല്ലേ ചേച്ചി, നല്ല വേദന ഉണ്ട്. அம்மா, டோர் வேற திறந்து கிடக்குது. പട്ടി ഏതാവത് വന്ന് കടിച്ചിരുപ്പാங்களോ? അയ്യോ, പിന്നെ പട്ടി അവിടെ ഓടി വന്ന് കടിക്കാൻ പോലും ഒന്ന് പോ. അല്ല, പറയാൻ പറ്റത്തില്ല. രാവിലെ ഒരു പട്ടിക്കുഞ്ഞ ഗേറ്റിന്റെ അവിടെ കറങ്ങുന്നുണ്ടായിരുന്നു. ആണോ? അമ്മൂമ്മ കടിക്കും. ഒന്ന് കേറി നോക്ക് മോളെ. ഞാനാ? അത് പറ്റില്ല, ഞാനും പട്ടിയും തമ്മിൽ അത്ര സിംഗിളല്ല. അതാ. ചേച്ചി ഒന്ന് പോയി നോക്കേച്ചി. അമ്മൂമ്മ പോയി നോക്കാം. അമ്മൂമ്മയല്ല മൂത്തത്. അത് മൂത്തത് ഇളതൊന്നും നോക്കണ്ട. ഇപ്പൊ ആര് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നോക്കണം. അമ്മൂമ്മല്ലേ പറയാറ് തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലാന്ന്. ഇപ്പൊ ഒന്ന് വാലാടിക്കോട്ടെ, നീ ഒന്ന് പോയി നോക്ക്. അമ്മൂമ്മ പോയി നോക്ക്. சரி, அப்படின்னா நம்ம எல்லாருமா சேர்ந்து போய் பார்க்கலாமா? എന്നാ പിന്നെ നോക്ക്. നിങ്ങൾ ചെറുപ്പക്കാര് പിള്ളേരല്ലേ, നിങ്ങളൊന്ന് കേറി നോക്ക്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നോക്കാം. നോക്ക് നോക്ക്. തൊള്ളല്ലേ? തിരിച്ചൊരു കടിയും വെച്ചെന്നാണല്ലോ ഏട്ടാ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. നീയാണോ അപ്പൊ എന്നെ കടിച്ചേ? അതല്ലേ ഇപ്പം പറഞ്ഞേ. കടിച്ചിട്ട് മനസ്സിലാവില്ല, പറഞ്ഞോട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാ എന്നെ കടിച്ചെന്തോ? കല്ലു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനും വെച്ചിട്ടുണ്ട്. അയ്യേ ചീത്ത കൊച്ച്. ആരെങ്കിലും കാലിലൊക്കെ കടിക്കോ? നിന്റെ പാറക്കുഞ്ഞെ കുളിച്ചിട്ട് തന്നെ ഒരാഴ്ചയായി. ഒരാഴ്ചയായി. ഞാൻ ജനിച്ചപ്പോ മുതല് കുളിച്ചിട്ടില്ലല്ലോ. അത് കറക്റ്റ് ആട്ടാ. ജനിച്ചപ്പോഴത്തോട്ട് ഇന്നേ വരെ വൃത്തിക്ക് ഇവിടെ കുളിച്ചിട്ടില്ല. ചേച്ചി കുളിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. പിന്നെ കുളിക്കാറുണ്ട്. ഇനി അതും പറഞ്ഞ് രണ്ടും കൂടെ വഴക്കിടണ്ട. ഇനി ആരെങ്കിലും കടിച്ചാലേ പല്ലി ഞൊട്ടി ഞാൻ വായിക്കാത്തിടും. ഇങ്ങോട്ട് വന്നേ മുമ്മ. എന്തുവാ? പല്ല് താഴെ ഇടിഞ്ഞൊട്ടി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പയ്യോട്. എന്താ രണ്ടും പരിപാടി? മാങ്ങ വറുക്കുന്നു. സിദ്ധു സാറേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ വിചാരിച്ചേ ആ പോയ പോക്കിന് ഭാര്യനെയും കൊച്ചിനെയൊക്കെ മറന്നെന്ന്. വരാൻ ഉദ്ദേശമൊന്നുമില്ലേ? ആണോ? ഷിഹാബിക്ക് അവിടെ കടയെടുത്തു. പൊളി 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 പൊളി. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു കേട്ടാ. അല്ല, നീ എന്നാ വരുന്നേ? ഇന്ന് കേറുവോ? ഉറപ്പാണ് ഇന്ന് കേറൂന്ന്? ശരി. അല്ല, മിസ്സൊന്നും ചെയ്യുന്നില്ല. നീ ഇവിടെ ഉള്ളപ്പോ ശല്യാണെങ്കിലും പോയപ്പോ ചെറിയൊരു മിസ്സിങ്. എന്നാ വേഗമായോ. അല്ലോ, അവള് ഇവിടെ മാങ്ങ പറിക്കി കിടക്കുന്നുണ്ട്. ശരി, ഓക്കേ, ബൈ.
അതെ ആ മാങ്ങ കഴുകിയിട്ടൊക്കെ കഴിക്കണോട്ടോ. ആ അത് ഞങ്ങള് കഴുകിയിട്ടേ കഴിക്കത്തുള്ളൂ. ഉവ്വ ഞാൻ കാണാറുണ്ട് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കഴുകാതെയൊക്കെ കഴിക്കണത്. മണ്ണും പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാ ഈ പറയണത്. ചേച്ചിയുടെ മണ്ണില്ലല്ലോ. ചേച്ചിയുടെ മണ്ണില്ലല്ലോന്ന്? എന്ത് ഇവിടെ മണ്ണില്ലാന്ന്. ഏഹേ, മണ്ണ് തീരെ ഇല്ല. ലച്ചു, എന്തൊരു ചിരി! ഏത് ലോകത്താ? സിദ്ധുവിനോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. സിദ്ധുവിനോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഈ പിള്ളേരെ പുല്ലാതെ കിടന്ന് കളിക്കുന്ന നീ കാണുന്നില്ല? അതിനിപ്പോ എന്താ, നല്ലതല്ല, അവര് കളിക്കട്ടെ. അവര് കളിക്കട്ടെ. മക്കളെ ഇനി വാ. എന്തുവാ അമ്മൂമ്മ? അവിടെ നിക്കണ്ട. അവിടൊക്കെ ചിലപ്പോഴേ ഇഴജന്തുക്കളൊക്കെ കാണുന്നാണ്ട് പുല്ലൊക്കെ വളർന്ന് കിടക്കുന്ന കണ്ടില്ലയോ? അമ്മയ്ക്ക് അതൊന്നും നോക്കാൻ നേരമില്ല. വാ ഇനി വാ. അതിന് നമ്മൾ ഈ പുല്ലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല അമ്മൂമ്മ, പിന്നെന്ത് പ്രശ്നം? അയ്യോ, നമ്മള് നടക്കുന്ന പോലല്ലയോ കൊച്ചുങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇരുന്ന് ഇനി എന്താ വേണ്ടേ? മക്കളെ ഈ പുല്ലിനകത്തിലൊന്നും ഇറങ്ങി നടന്ന് കളിക്കരുത് കേട്ടോ. ഭയങ്കര ചൂട് സമയമാ. ഇതിനകത്തിലൊക്കെ പല ഇഴജന്തുക്കളും കാണും. ഇവിടൊക്കെ അണലിയൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മൂമ്മ ഞങ്ങൾ മാങ്ങ ഇറക്കി കഴിഞ്ഞില്ല. മാങ്ങ പറക്കി കഴിഞ്ഞില്ല, പറക്കിയതൊക്കെ മതി. നമുക്ക് ഈ പുറത്തെ കരിയിലെല്ലാം തൂത്ത് വാരിയിട്ടൊന്ന് കത്തിക്കണം. അതുപോലെ തന്നെ അകം മൊത്തം വാരി വലിച്ചിട്ടേക്കുവേ. എല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കണം. പറഞ്ഞത് കേട്ടോ? ആ അതമ്മ പറഞ്ഞ കറക്റ്റ് ആണ്. ആ കേശുവിന്റെ റൂമൊക്കെ കിടക്കണം, കിട കാണണം. പാറുവല്ലേ അതിനകത്ത് കയറി കളിക്കണേ, അപ്പൊ അങ്ങനെ കിടക്കും. ഈ പറയുന്ന ആളുടെ റൂമോ അങ്ങ് അടച്ചിട്ടിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് റൂമിൽ കയറി നോക്കുമ്പോഴേ കാട് പിടിച്ചങ്ങ് കിടക്കുക. കാറോ? കാട് പിടിച്ച് കിടക്കുവാന്ന്. അത് അവള് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടാ. ആ കനകാന്റെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് കയറി വൃത്തിയാക്കിയിടും. അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ വെറുതെ ചോദിച്ചു മേടിച്ചു. വെറുതെ ചോദിച്ചു മേടിച്ച്. അതെ, എല്ലാരും ഇങ്ങോട്ട് എണീറ്റ് വന്നേ. ഇന്ന് തന്നെ നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കാം. ഇന്ന് തന്നെ വൃത്തിയാക്കണം, നാളെ വൃത്തിയാക്കിയാ പോരെ? വേണ്ട, ഇന്ന് തന്നെ വൃത്തിയാക്കാം. ചുമ്മാതിരിക്കുമല്ലോ. ഇങ്ങോട്ട് എണീറ്റ് വന്നാട്ടെ. ആ അതെ രക്ഷപ്പെടാൻ വേണ്ടിട്ടോ. എന്തോ നമ്മളവിടെ പോവാ? ബാ ബാ എണീറ്റ് വാ. എല്ലാരും വന്നേ. അമ്മൂമ്മ ആ മാങ്ങ ഇറക്കിട്ട് മാങ്ങയൊക്കെ ഞാൻ പറക്കൊണ്ട് വരാം. ഞാൻ പറക്കണോ? വേണ്ട,